ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസ് എംബ്രോയിഡറി ആണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിൽ ട്യൂട്ടോറിയൽ ആദ്യം കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്നത്. ഈ രണ്ട് വര കണ്ടോ, ഇതാണ് നമ്മൾ റോസിൻ്റെ ഫസ്റ്റ് ഭാഗം ചെയ്തെടുക്കാൻ പോകുന്നത്. സെൻറ്ററിൽ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ക്ലോത്തിലേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പോപ്ലിൻ ക്ലോത്ത് എംബ്രോയിഡറി ചെയ്യാനായിട്ട് പഠിക്കുന്ന പോപ്ലിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 സൈസ് നീഡിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ 6 സ്ട്രാൻഡ്സിൽ തന്നെ നമ്മുടെ എംബ്രോയിഡറി ചെയ്യാറുള്ള ഒരു ത്രെഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുത്തിയെടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും സൂചി ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉള്ളൂ കേട്ടോ. ആ ഒരു വരയ്ക്ക് 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മതി. എന്നിട്ട് ഇങ്ങനെ ആ സൂചി കംപ്ലീറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. ഇതുപോലെ ഇങ്ങനെ അടുത്ത കൈയിൽ ഈ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക സൂചിയുടെ ഭാഗം. എന്നിട്ട് ഇതുപോലെ ഒരു 6 പ്രാവശ്യം ഈ ഒരു നൂല് സൂചീനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ ഒരു സൂചി പയ്യെ ആ നൂലിങ്ങനെ പിടിച്ചിട്ട് അതിനെങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ കെട്ടുകൂടാതെ പയ്യെ അത് ട്വിസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് കറക്കിയിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. ടൈറ്റാണ് ആ ഒരു ചുറ്റിലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ലൂസാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പയ്യെ കെട്ടുകൂടാതെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ ആ ഒരു നമ്മൾ കുത്തിയെടുത്ത ഭാഗത്തിലേക്ക് അത് വരും. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഒറ്റ ലൈൻ, ആ ഒരൊറ്റ ലൈൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 ലൂപ്സ് നമ്മൾ ആ ഒരൊറ്റ ലൈനിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ലൈൻസാണ് സെൻറ്ററിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ലൈനും കൂടിയിട്ട് ഇതുപോലെ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ സെയിം കുത്തിയെടുത്ത വശത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ തന്നെ ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ സൂചി കുത്തി ഇങ്ങനെ ആക്കി എടുക്കുക. എന്നിട്ട് ഒരു 6 പ്രാവശ്യം 6 ടൈംസ് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതിന് 6 ലൂപ്സ് വരും. എന്നിട്ട് അത് കെട്ടുകൂടാതെ പയ്യെ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ കൊണ്ടുവന്ന് അതിനെ താഴേക്ക് വലിച്ചിട്ട് താഴെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെൻറ്ററിലുള്ള ആ 2 ലൈൻസ്, റോസിന് വരുന്ന ആ 2 ലൈൻസ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പെറ്റലാണ് കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് ലെയർ കൊടുക്കണം. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഇതുപോലെ 3 പെറ്റൽസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 3 പെറ്റൽസ് ആണ് നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ചെയ്ത ആ ഒരു 2 പെറ്റൽസിൽ ഒരു പെറ്റലിൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ നമ്മുടെ ആ ഒരു ത്രെഡ് കുത്തിയെടുക്കുക. അതിനുശേഷം ആ ഒരു പെറ്റലിൻ്റെ അടുത്ത ആ ഒരു എൻഡിങ് വരുന്നത് അപ്പുറത്തെ പെറ്റലിൻ്റെ, അതായത് ഇപ്പുറത്തെ കുത്തിയ പെറ്റലിൻ്റെ താഴത്തെ വശത്തായിട്ടാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ, ഇപ്പം നേരത്തെ നമ്മൾ 1/2 സെൻറ്റിമീറ്റർ ആണല്ലോ ആ 6 ലൂപ്സിന് കൊടുത്തത്. ഇതിപ്പോൾ ഇത്തിരി കൂടി ഒരു പൊടിക്ക് കൂടിയിട്ട് വലുപ്പത്തിലാണ് നീക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 10 ടൈംസ് ഇതുപോലെ നമ്മുടെ സൂചീനെ നൂല് വെച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ പയ്യെ ആ ഒരു സൂചിനെ പിടിച്ച് വലിച്ച്, ലൂസാണെങ്കിൽ ഒരുപാട് ലൂസാക്കരുത്, ഒരുപാട് ടൈറ്റും ആക്കരുത്. പയ്യെ ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഇപ്പുറത്തെ ആ ഒരു നമ്മുടെ ഇപ്പുറത്തെ ആ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലേക്കാണ് അതിൻ്റെ ആ ഒരു ഇത് വരിക. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് കുത്തിയിറക്കി താഴേക്ക് കുത്തിയിറക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇത് അതിൻ്റെ ആ സെക്കൻഡ് ലെയറിൻ്റെ അടുത്തുള്ള എല്ലാ പെറ്റൽസും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ സെക്കൻഡ് പെറ്റലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഫസ്റ്റ് പെറ്റൽ കൊടുത്തില്ലേ, അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അടുത്ത ഒട്ടും ഗ്യാപ്പ് വിടണ്ട കേട്ടോ. സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഫസ്റ്റ് ചെയ്ത ആ 2 പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിലായിട്ട് കൊണ്ടുവന്ന് ഗ്യാപ്പിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത സെയിം വലിപ്പത്തിൽ തന്നെ കൊണ്ടുവന്ന് ഇതുപോലെ എടുത്തിട്ട് ഒരു 10 ടൈംസ് ചുറ്റി കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തത് 6 ടൈംസ് ആണ്, ഇവിടെ 10 ടൈംസ് ആണ് ചുറ്റി എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ വീണ്ടും അടുത്ത പെറ്റൽ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറിൽ 3 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം.
ഇപ്പം കണ്ടില്ലേ, ഇതാ ഫസ്റ്റ് 2 ലെയേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത ലെയർ നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. 3rd ലെയർ ചെയ്യാനായിട്ടും ഇതുപോലെ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് കണ്ടോ, 3rd ലെയറിലും നമ്മൾ കുറച്ചുകൂടി വലിപ്പം വന്നു നമ്മുടെ പെറ്റലിന് അല്ലേ. അപ്പോൾ ആദ്യം 6 എടുത്തു, പിന്നെ 10 എടുത്തു, അപ്പോൾ ഇതിൽ 14 എടുക്കണം, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2nd ലെയർ കൊടുത്തതിൻ്റെ ആ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത ഇപ്പുറത്തെ പെറ്റലിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ നമുക്ക് സൂചി ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം സൂചി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അടുത്ത കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം 6 പ്രാവശ്യം ചുറ്റിയെന്നുള്ളൂ, പിന്നെ രണ്ടാമത് ചുറ്റിയപ്പം 10 പ്രാവശ്യം ചുറ്റിയെടുത്തു. 3-ാം വട്ടം ചുറ്റുമ്പോൾ എന്ത് ചെയ്യണം, 14 പ്രാവശ്യം, കാരണം ആ സ്റ്റിച്ചിന് കുറച്ചുകൂടി വലിപ്പം കൂടിയല്ലോ. അപ്പോൾ ഒരു 14 പ്രാവശ്യം ഇതുപോലെ ഒന്ന് സൂചിയിൽ നൂല് ഇതുപോലെ ചുറ്റി കൊടുക്കുക. 14 പ്രാവശ്യം ചുറ്റിയ ലൂപ്സ് കിട്ടും. ആ ലൂപ്സിനെ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ വലിച്ചെടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരിക. പതിയെ കെട്ടുകൂടരുത്. ആ ഒരു കറക്റ്റ് കണ്ടോ, ആ ഒരു ചുറ്റുകൾ കറക്റ്റ് നമുക്ക് കിട്ടണം. എന്നാലേ നമ്മുടെ ആ ഒരു ഫ്ലവറിന് നമ്മൾ വിചാരിച്ച ഭംഗി കിട്ടുകയുള്ളൂ. പയ്യെ കെട്ടുകൂടാതെ എടുക്കുക. എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ അടുത്ത 2 പെറ്റൽസും കൂടിയും ഉണ്ടാക്കിയെടുക്കുക. ബുള്ളിയൻ ഫ്ലവറിൻ്റെ ലീഫൊക്കെ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ സ്റ്റാർട്ടൊക്കെ ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ബുള്ളിയൻ റോസിൻ്റെ വീഡിയോ രണ്ടാമതും ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ട്യൂട്ടോറിയലാണ്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാൻ പറ്റും. ലീഫും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ 4th ലെയറും ചെയ്തെടുക്കുകയാണ്. ലൂപ്സ് നമ്മൾ 14 ലൂപ്സിന് പകരം 18 ലൂപ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ 3 പെറ്റൽ തന്നെയാണ് ഏറ്റവും ലാസ്റ്റത്തെ ലെയറും ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 പെറ്റൽസ് വെച്ചിട്ട് 4th ലെയർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 ലൂപ്സ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കുറച്ച് കൂടിയിട്ട് ചെറുതാവല്ലേ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു 12 ലൂപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 14 ലൂപ്സ് തന്നെ എടുത്തിട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 3rd ലെയർ ചെയ്തില്ലേ, 3rd ലെയർ ചെയ്തപ്പോൾ ഉള്ള പെറ്റൽസ് ഉണ്ടല്ലോ, ആ പെറ്റൽസിൻ്റെ നേരെ തന്നെ തൊട്ടു ബാക്കിൽ തന്നെ എൻഡിങ്ങും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും ഒരുപോലെ ഉള്ള അടുത്ത 4th ലെയറിൻ്റെ പെറ്റൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തൊട്ട് ബാക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫ്ലവർ പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു 3rd ലെയർ ചെയ്തല്ലേ, 3rd ലെയർ ചെയ്ത ആ ഒരു പെറ്റലിൻ്റെ 2 പെറ്റൽസിന് കൂടിയിട്ട് ഒരു 4th ലെയറിൻ്റെ ഒരു പെറ്റൽ കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാവുക. ഒരിക്കലും ബാക്കിൽ പെറ്റൽസ് ചെയ്തു പോകരുത്. അത്രയേ ഉള്ളൂ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും ബുള്ളിയൻ റോസ് ചെയ്ത് പഠിക്കാൻ പറ്റിയിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ 3rd പെറ്റലും ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയറിൻ്റെ 3rd പെറ്റലാണ് ഈ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്ത് തരികയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഫസ്റ്റ് ലെയറാണ് രണ്ടെണ്ണം ചെയ്തില്ലേ, അതാണ് ആ വരുന്ന ഫസ്റ്റ് 2 എണ്ണം. അതിനുശേഷം നമ്മൾ അതിനെ 2nd ലെയർ കൊടുത്തത് ഒരു 3 പെറ്റൽസ് വെച്ചിട്ടാണ് അല്ലേ. 3 പെറ്റൽസ് ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് 3 പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം 3rd ലെയറിലോ
തേർഡ് ലെയറും ഇതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ പെറ്റൽസിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത പെറ്റലിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങനെയാണ് നമ്മൾ തേർഡ് ലെയറും കൊടുത്തെടുത്തത്. അതിനുശേഷം നമ്മൾ ഫോർത്ത് ലെയർ കൊടുക്കുകയാണ്. ഫോർത്ത് ലെയർ കൊടുത്തപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പം ഞാൻ 3 പെറ്റൽസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ലെയറിൽ അല്ലേ. ഇതിലിപ്പോൾ ഞാൻ 4 ലെയേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 3 ലെയറിൽ തന്നെ 3 പെറ്റൽസിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 ലൂപ്സ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സെക്കൻഡ് ലെയർ വരുമ്പോൾ എത്ര ലൂപ്സ് കൊടുക്കണം, 10 ലൂപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ, വലിപ്പം ഇങ്ങനെ കൂടി പോകും. അത് കഴിഞ്ഞ ശേഷം തേർഡ് ലെയർ 14 ലൂപ്സ് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഫോർത്ത് ലെയർ വരികയാണെങ്കിൽ ഫോർത്ത് ലെയറിൽ നമ്മൾ 3 പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 18 ലൂപ്സ് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ചിട്ട് 18 ലൂപ്സിന് താഴെ കൊടുത്താൽ മതിയോ. ഇവിടെ ഞാൻ 18 ലൂപ്സ് തന്നെയാണ് എഴുതുന്നത്. 3 ലെയർ ആണെങ്കിലാണ് 18 ലൂപ്സ് എടുക്കേണ്ടത് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഇത് മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.